നാം നമ്മുടെ മതവും രാഷ്ട്രീയവും തിരഞ്ഞെടുക്കാൻ കാരണമുള്ളതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തിനും കാണും തക്കതായ കാരണം അവൻ്റെതായ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ. അവൻ്റെ കണ്ണിലൂടെ അവൻ്റെ കാഴ്ചപ്പാടുകൾ അവന് ശരിയുമായിരിക്കും. നമ്മുടെ വിശ്വാസങ്ങളോ ആദർശങ്ങളോ ഒന്നും നമ്മുടെ അയൽക്കാരനെയോ സഹോദരനെയോ അവഹേളിച്ചുകൊണ്ടാകരുത്. സോഷ്യൽ മീഡിയ എന്നുള്ളത് ഈ ലോകത്തിൻ്റെ അനന്തമായ സൗകര്യങ്ങളുടെയും സാധ്യതകളുടെയും വലിയൊരു പ്ലാറ്റ്ഫോമാണ്. എന്നാൽ ഇന്ന് ചിലരുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് ഭസ്മാസുരന് വരം കിട്ടിയതുപോലെയാകുന്നു. സ്വന്തം വിശ്വാസങ്ങൾക്കോ ആദർശങ്ങൾക്കോ അപ്പുറത്തുള്ളവനെ എന്തും പറയാനുള്ള ഒരു മാർഗമാണ് പലർക്കും ഇന്ന് സോഷ്യൽ മീഡിയ. അയൽ സംസ്ഥാന തൊഴിലാളിയെ അന്യ സംസ്ഥാന തൊഴിലാളിയെന്നും സഹോദര മതക്കാരനെ അന്യമതക്കാരനെന്നും വിളിച്ചുകൊണ്ട് നാം വാക്കുകളിൽ പോലും എല്ലാവരെയും അന്യരാക്കുന്നു. അന്യർക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ച ബോർഡുകളെല്ലാം രണ്ട് പ്രളയം വന്ന് കൊണ്ടുപോയിട്ടും ഇന്ന് പലരും അതിനെ ചൂണ്ടയിട്ട് പിടിക്കുകയാണ്. ഇന്ത്യ ഒരിക്കൽ പോലും കാണാത്തൊരു മഹാനാണ് ഇന്ത്യക്ക് രൂപരേഖ വരച്ചതെന്നും ബംഗ്ലാദേശിനും ഭാരതത്തിനും ദേശീയഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണെന്നും അൽബേനിയയിൽ ജനിച്ച പാവങ്ങളുടെ അമ്മയായ മദർ തെരേസ കൊൽക്കത്തയിലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടിയാണ് ജീവിച്ചതെന്നും തിരിച്ചറിയുമ്പോൾ മാത്രമേ നാം അറിയൂ വലിയ വലിയ ആളുകൾ ചിന്തിച്ചതൊക്കെ എത്ര ചെറിയ മനുഷ്യരെക്കുറിച്ചായിരുന്നുവെന്ന്. അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറു നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് തിരുനബി പറഞ്ഞതിൻ്റെ ആഴം എത്രയാണ്. അയൽവാസി ഏത് മതക്കാരനും ആയിക്കോട്ടെ, ഇനി മനുഷ്യൻ തന്നെ ആവണമെന്നില്ല, വിശന്നിരിക്കുന്നത് ഒരു മൃഗം തന്നെയാണെങ്കിലും നാം നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് കൊടുത്തിരിക്കണമെന്നല്ലേ. ONVയുടെ ഒരു കവിതയിൽ ലോബ് കാണിച്ചുകൊണ്ട് മകൻ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ, ആരാണിതിൽ ഇത്രത്തോളം വരകളിട്ടത്? അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, തീർച്ചയായും മോനെ, അത് ദൈവമല്ല എന്ന്. സ്നേഹിക്കുക ഉപാധികളില്ലാതെ, ഉടമ്പടികളില്ലാതെ. സസ്നേഹം, നൗഷാദ് നൗഷു.